അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാക്ക് വൺ. ഒരുപാട് കാലമായി നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ വെച്ചാൽ നിങ്ങൾ ഏതൊരു കാത്തിരുന്ന ഒരുപാട് കാലമായി മോഡിഫൈഡ് വണ്ടികൾ ഒരുപാട് പ്രശ്നത്തിലുണ്ട്. നമ്മൾ ഒരു ഓട്ടോഷോ കോതമംഗലത്ത് ഓട്ടോഷോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓട്ടോ വണ്ടികളുടെ ഷോർട്സ് നമ്മൾ മോഡിഫൈഡ് വണ്ടികൾ ഇടാറില്ല. ദുബായിൽ നിന്ന് ഇറക്കിയ വണ്ടികളുടെ വീഡിയോ, അതേപോലെ നമ്മൾ ഇന്ത്യൻ വണ്ടികളുടെ വീഡിയോ ഇടാനല്ലാതെ ഇത്തവണ എന്താ വീഡിയോ വെച്ചാൽ നമുക്ക് ഇന്ന് തിരൂര് ഒണിക്സയിൽ വെച്ചിട്ട് ഇവരെ തേർഡ് ആനിവേഴ്സറി, സെക്കൻഡ് ആനിവേഴ്സറി ഉണ്ട്. നസീബ് നമ്മളെ ഒണിക്സ തിരൂരിന്റെ ഒരു ഓണർ എന്ന് പറയുന്നത്. അപ്പോൾ നസീബാണ് നമ്മളെ കൂടെ ഉള്ളത്. അപ്പോൾ ഒരുപാട് വണ്ടികൾ ഇന്ന് വരും. വണ്ടി ഏതാണ്, പലതരത്തിലുള്ള സിവിക്കാനുള്ള രാജാവ്, മോഡിഫൈഡ് രാജാവ്. അപ്പോൾ സിവിക്കുകൾ ഒരുപാട് വരുന്നുണ്ട്, സെന്റ് വരുന്നുണ്ട്, പിന്നെ പഴയ സിവിക്ക് വരുന്നുണ്ട്, ടൈപ്പ് 2 സിവിക്ക് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വീഡിയോസ് കാണാം. അപ്പോൾ അതിന് മുന്നേ നസീബിനെ പരിചയപ്പെടാം. ഹലോ. അപ്പോൾ നസീബ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയത്തിന് വേണ്ടി നമുക്ക് കൂടി ചേർന്നതാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഭയങ്കര തിരക്കാണ്, ഒരുപാട് വണ്ടികൾ പുറത്തുണ്ട്. എന്നാലും നമുക്ക് വേണ്ടി കുറച്ച് സമയം തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് നമ്മൾ ഒണിക്സയുടെ സ്പെഷ്യാലിറ്റി? ബാക്കിയുള്ള ഒരുപാട് സെറാമിക്കും ഗ്രാഫൈനും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ കടകളൊക്കെ നമുക്ക് പുറമേയുണ്ട്. ഇന്നിപ്പോൾ വാഹനങ്ങളുടെ ലോകം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നത് കാവടൊക്കെ അല്ലെങ്കിൽ സെറാമിക് മേഖലയിലേക്കാണ്. എന്താണ് ഒണിക്സയ്ക്ക് മാത്രം എടുത്തു വരാമെന്ന് പ്രത്യേകത എന്തൊക്കെ? നമ്മൾ മെയിൻലി ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ സെറാമിക് കോട്ടിങ്, ഗ്രാഫിങ്, പിന്നെ PPF. അപ്പം മെയിനായിട്ട് നമ്മൾ ഫീച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഒരു വണ്ടി സർവീസ്, അതായത് ഇപ്പോൾ 2 വർഷത്തെ പാക്കേജ് അല്ലെങ്കിൽ 1 വർഷത്തെ പാക്കേജ് കഴിഞ്ഞാൽ അതിന് മെയിൻ്റെനൻസ് ആയിട്ട് വരും. അത് നമ്മൾ ഫ്രീ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. മാത്രമല്ല അത് നമുക്ക് റീകോട്ടിങ് ആണ്. സാധാരണ ബൂസ്റ്റിംഗ് ബൂസ്റ്റിംഗ് മീൻസ് എല്ലാ സംഭവത്തിന് കൂടി ജസ്റ്റ് എന്താണ് ഈ പലർക്കുള്ള സംശയമാണ്, എന്താണ് ഗ്രഫൈൻ കോട്ടിങ്ങും സെറാമിക് കോട്ടിങ്? ആദ്യം സെറാമിക് ആണ് വന്നത്, അതിന് ശേഷമാണ് ഗ്രഫൈൻ വന്നത്. അപ്പൊ എന്താണ് തമ്മിലുള്ള വ്യത്യാസം? സെറാമിക് എന്ന് പറഞ്ഞാല് ആദ്യം ടെഫ്ലോൺ വന്നത്, അത് കഴിഞ്ഞിട്ടാണ് സെറാമിക് വന്നിട്ടുള്ളത്. സെറാമിക് ഇപ്പോൾ ഏകദേശം അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഗ്രാഫിക് കോട്ടിംഗ് ആണ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ്. അതെ, കുറച്ചും കൂടി ഗ്ലോ ആയിരിക്കും. നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. ഇത് നല്ല കുറച്ചും കൂടി നമുക്ക് ഹാർഡ്നെസ് കുറച്ചും കൂടുതലാണ്. സെറാമിക് വന്നിരുന്നത് 9H ആയിരുന്നു ഹാർഡ്നെസ്. 9H എന്നാണ് അതിന്റെ ഹാർഡ്നെസ്സിനെ മെൻഷൻ ചെയ്യുന്നത്. ഇത് ഗ്രാഫിക് ആകുമ്പോൾ 14H ഇത് ഡൽഹി ബേസ്. ഇത് നമ്മൾ 9ാമത്തെ ഷോറൂം. ഇത് ഡൽഹി ഉണ്ട്, രാജസ്ഥാൻ ഉണ്ട്, നോയിഡ ഉണ്ട്. കേരളത്തിൽ 2 ഇനിയിപ്പോ കണ്ണൂർ വരുന്നുണ്ട്. അപ്പോൾ അടുത്തായിട്ട് ഓപ്പൺ ചെയ്യും. അപ്പോൾ പിന്നെ ഇപ്പൊ ട്രെൻഡിങ് കളിക്കുന്ന PPF ആണല്ലേ? PPF അത്യാവശ്യം റേറ്റ് ആണ്. അത് പറഞ്ഞാല് പക്ക പ്രൊട്ടക്ഷൻ, എക്സ്ട്രീം ലെവലാണ്. പലർക്കുള്ള സംശയമാണ് PPF എന്ന് പറഞ്ഞാൽ നേരെ വണ്ടി സ്റ്റിക്കർ അടിച്ച് പോകണോ? കുറെ കാലം കഴിഞ്ഞിട്ട് ഒരു സ്റ്റിക്കർ പോന്നു കഴിഞ്ഞാൽ പശ വന്നിട്ട് പിൻ പ്രൊട്ടക്ഷൻ ഫിലിം. അത് ലാമിനേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു കവറിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നിലവിലുള്ള കളറിന് നമുക്ക് ഫെയ്ഡ് ആക്കും. ചിലപ്പോൾ അത് റിമൂവ് ടൈമിൽ പെയിന്റ് കൂടെ പോലെ പലരും പറഞ്ഞു സ്ക്രാച്ച് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് മൈനറായിട്ടുള്ള സ്ക്രാച്ച് ആണ്. അതായത് നമ്മളെ പുല്ല് കൊണ്ടിട്ടൊക്കെ അതൊക്കെ ഓട്ടോമാറ്റിക് ഹീലായി പോലെ. അപ്പോൾ PPF ഒരു സാധാ ഒരു സ്വിഫ്റ്റ് അതിൽ വാങ്ങിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഏകദേശം ഒരു വിഷയമുണ്ട്. നമ്മള് ഏകദേശം 4 ബ്രാൻഡിൽ നമ്മൾ ചെയ്യുന്നത്. PPF വാറണ്ടി കൊടുക്കുന്നുണ്ട്. നമ്മള് ലൈഫ് ടൈം വാറണ്ടി ഉള്ള PPF ഉണ്ട്. അതായത് എന്ത് വർഷം വന്നാലും നിങ്ങൾ അപ്പോൾ അത്യാവശ്യം നല്ലത് ഇപ്പൊ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇപ്പൊ ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ലത് പെയിന്റ് ചെയ്യാം. നല്ല ഗ്രഫീനാണോ സെറാമിക്കാണോ? ബെസ്റ്റ് പറയാന്നുണ്ടെങ്കിൽ നമ്മൾ PPF. പിന്നെന്താ വെച്ചാൽ ഇപ്പൊ ഷിഫ്റ്റ് പോലുള്ള വണ്ടികളിൽ ചിലപ്പം പ്രൈസ് കൊണ്ട് പെടുമ്പോഴില്ല. അപ്പൊ വാഹനം നേരിട്ട് ഷോറൂമിൽ ഇറക്കി കൊണ്ടുവന്ന് ഈ ഒരു PPF ആയാലും വാഹനം നേരിട്ട് കൊണ്ടുവന്ന് ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഒരുപാട് കാലം ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വണ്ടി എടുത്തോ അപ്പൊ തന്നെ ചെയ്യാം. ഏത് കാലത്തും ആ ഒരു ഷൈനിങ് നമുക്ക് കൊണ്ടുപോകാം. കളറിന് ഒരിക്കലും ഫെയ്ഡ് ആക്കും. ചെറിയ സ്ക്രാച്ചുള്ള വണ്ടിയിൽ
ഇപ്പോൾ ഗ്രാഫിൻ ചെയ്യുകയാണെങ്കിൽ സെറാമിക് ചെയ്യുകയാണെങ്കിൽ അതേ സ്ക്രാച്ച് ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ പ്രോസസ് നടത്തും. അല്ല, നമ്മൾ പെയിന്റ് കളക്ഷൻ ഉണ്ടാവും. ആദ്യം ഒന്ന് കഴിഞ്ഞാൽ ഡീറ്റെയിലിംഗ് ആണ് കുറച്ച് ഡീറ്റെയിലിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെയിന്റ് കളക്ഷൻ ആണ്. പെയിന്റ് കളക്ഷൻ മീൻസ് മൈനറായിട്ടുള്ള സ്ക്രാച്ചിങ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഉണ്ടായിരുന്നു. എത്ര പുതിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് റിമൂവ് ആവും. അപ്പോൾ അതൊന്ന് റിമൂവ് ചെയ്തിട്ട് പിന്നെയുള്ള പ്രോസസ്സാണ്. ഈ ആനിവേഴ്സറി ഭാഗമായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഓഫറും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തു. അത്